എനിക്ക് വേണ്ടടാ. എന്നാ പുതിയ വീഡിയോ എടുത്തോണ്ട് പോടാ നിന്റെ വീഡിയോ. ആന്തിയിലെ മാസിൽ ഒരിക്കൽ വരും ചെയ്യും അവൻ. മോനെ ഓണായതുകൊണ്ടല്ലേ ഇനി കൺസിസ്റ്റന്റ് ആവാതെ ബിഗ് ബോസ് റോസ്റ്റർ. അടുത്തിട്ട് പോടാ നിന്റെ ബിഗ് ബോസ് റോസ്റ്റ്. നിന്റെ കാണണ്ട അവിടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പൈസക്ക് അത്യാവശ്യം ഷോയുടെ രണ്ടാമത്തെ സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു മാസം കഴിഞ്ഞല്ലേ വരുള്ളൂ വിചാരിച്ചു. ബൈ ദ വേ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണത്തിന് എന്തായിരുന്നു ഗൈസ് നിങ്ങളുടെ പരിപാടി? കുറെ പേര് വെള്ളമടിച്ച് പൂസായി റോഡിൽ കിടക്കുന്നുണ്ടാവും. കുറച്ച് പേര് ഓണത്തിന് സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോയവരുണ്ടാവും. അല്ലെങ്കിൽ എന്നെ പല വീടിനുള്ള ഒരു പണിയില്ലാണ്ട് കുത്തിയിരുന്നവരുണ്ടാവും. ഓണം താങ്ങി നിർത്തുന്നത് തന്നെ പാലടയാണ് ഗൈസ്. ലിറ്ററലി ഞാൻ തിരുവോണത്തിന് ചെയ്തത് പാലടയും കുറിച്ച് മട്ടയും വലിച്ച് കിടന്നുറങ്ങലായിരുന്നു. ഇപ്രാവശ്യം ഓണം ആകാശം തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ പുറത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഓണത്തിന് പൂസായി റോഡിൽ കിടക്കുന്ന അമ്മാമ്മമാരെ വീട്ടിൽ ഡെലിവറി ചെയ്യലായിരുന്നു. യാ ഗൈസ്, എനിക്കിങ്ങനെ കുറച്ച് നന്മകളുമുണ്ട്. അതല്ല, എനിക്ക് ഓണത്തിന് സഹിക്കാൻ പറ്റത്തി ഈ കോളേജുകൾ നടത്തുന്ന ചില സെറ്റത്തരങ്ങൾ. ഓരോ കോളേജ് റേസിലാണ് ഗൈസ്. ആരാണ് ഓണത്തിന് ബെസ്റ്റ് വണ്ടികൾ കൊണ്ടുവരുന്നത്? ഒരു കോളേജ് BMW കൊണ്ടുവന്ന് അപ്പുറത്തെ കോളേജ് ഓടി, മറ്റേ കോളേജ് തന്നെ റോൾസ് റോയ്സ്. ഇങ്ങനെ പോകണമെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മാവേലി വരുന്ന സ്പേസ് ഷിപ്പിലായിരിക്കുമല്ലോ. ഓക്കെ, അവരെന്തോ കൊണ്ടുവന്നോട്ടെ. പക്ഷേ ഇതിനൊക്കെ ഫണ്ട് ഇടുന്നത് ആരാ? അവിടുത്തെ സ്റ്റുഡൻസ്. ഈ പേരും പറഞ്ഞിട്ട് ഓരോ സ്റ്റുഡന്റിൽ നിന്ന് വാങ്ങുന്നത് 10,000 രൂപയൊക്കെയാണ്. അവരുടെ കോളേജിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടി സ്റ്റുഡൻസിന് ഇങ്ങനെ പിഴിയേണ്ട കാര്യം എന്താ? പിന്നെ നമ്മുടെ നാട്ടിലെ ഗ്യാങ്ങിന്റെ കോസ്റ്റ്യൂം റേസ്. പക്ഷെ എല്ലാ കൊല്ലം ഇവർ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കും. ഒരു ഗ്യാങ് പാന്റ് മാക്സിയും കൂടി അടിക്കും. ഇത് കണ്ട് മറ്റേ ഗ്യാങ് ഇനിയും വെറൈറ്റി ആക്കണം എന്ന് പറഞ്ഞിട്ട് പാന്റ് ഷർട്ടും കർട്ടൻ പോലെ അടിക്കും. ഇത് രണ്ടും കണ്ട് മൂന്നാമത്തെ ഗ്യാങ് ഇതിനൊന്നും വെറൈറ്റി ഇല്ല, ഇനിയും വെറൈറ്റി ആക്കണം എന്ന് പറഞ്ഞിട്ട് പച്ചക്കറിയും കൂട്ടി അടിക്കും. എന്നിട്ട് ഇവർ നേരിൽ കാണുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയും വെറൈറ്റി അടിക്കും. ഇതായിരിക്കും മിക്ക ബോയ്സിനും ഓണം സെലിബ്രേഷൻ. കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങളുടെ ഓണം സ്റ്റോറീസ് താഴെ കമന്റ് ഗൈസ്. ബോർ അടിക്കുമ്പോൾ ഞാൻ വായിച്ച് ചെയ്തിരിക്കാം. ഓക്കെ, ബാക്ക് ടു ദ ഷോ. ഇനി മുതൽ നമുക്ക് കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി സെഗ്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൊണയടിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് ബിഗ് ബോസ് നാച്ചുറൽ ഡിസാസ്റ്റർ. ഈ ബിഗ് ബോസ് കാണുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പ്രപഞ്ചത്തിൽ ഏത് ഡാർക്ക് മാറ്റർ കൊണ്ടാണ് നിങ്ങളുടെ ചെവി ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാനെങ്ങാനും അവിടെ ആണെങ്കിൽ ഒറ്റ മഞ്ചിന് തീർത്തുണ്ടാവും. എനിക്ക് ഡൗട്ട് ഗൈസ്, ഈ ബിഗ് ബോസിലെ ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് അലിൻ ജോസ് പെരേരയാണ്. ബിഗ് ബോസിൽ അലിൻ ജോസ് പെരേര ഇല്ലാന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ആര് ഡാൻസ് കളിച്ചാലും അലിൻ ജോസ് പെരേരയാണ്. ഗൈസ്, റെന ഫാത്തിമയ്ക്ക് എന്താണ് ഗൈസ് പ്രശ്നം? I don't want to share my boyfriend to you guys. Why are you guys so jealous of me? Why you guys are so jealous of me? അതിന് ഇവളുടെ ബോയ് ഫ്രണ്ട് ആര്? ഹൃത്തിക് റോഷൻ ആണോ? ലോകത്ത് ഇവൾക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഉള്ളൂ. മസ്താനി വരും എങ്ങനെയായിരുന്നു ഗൈസ്? കെട്ടിപ്പിടിക്കുന്നു, ചാടി ഉമ്മ വയ്ക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞതും അമ്മോ, അവളുടെ ഒരു ആലിപ്പും ഇൻസ്റ്റാഗ്രാമിലെ കണ്ണാപ്പി കപ്പിൾസൊക്കെ ഇതിനേക്കായി ഭേദവും. ഇത് മതി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നതാണ് ഗൈസ് ക്യൂട്ടസ് അവരാധം. എനിക്ക് ഇവരുടെ ഓരോ വീഡിയോ കാണുമ്പോഴും ബോർഡിൽ നന്നെ ചോക്കുമ്പോൾ വരയ്ക്കണ ഫീലിംഗ് കിട്ടുന്നത്. ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. എനിക്ക് വീഡിയോ എടുക്കാൻ അറിയാണ്ടൊന്നല്ല, ഇവര് റീച്ച് കൊടുക്കാനാണ് ഗൈസ്. ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു ഗൈസ്. ഇവര് അടുത്ത വീഡിയോയിൽ പിടിക്കാൻ ഗൈസ്. നമ്മളിവിടെ പറഞ്ഞു നിർത്തി ബിഗ് ബോസ് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. ആ വാക്ക് പാലിക്കുന്നില്ല. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് എന്ന് വെച്ച് അച്ഛനെ കയറി ഇടാന്ന് വിളിക്കുവോ? അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ച് ഏടാന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റി നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത എങ്ങനെ ഇരിക്കും? അച്ഛൻ എടി മോളെ എന്ന് പറയുമ്പോൾ ആടാ തന്തയെന്ന് പറയുന്ന 3 നേരം ഒരു കാര്യം ഇല്ലാണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ആലിബിനെ തെറി വിളിപ്പിക്കുന്ന റെന തന്നെ ഈ ബിഗ് ബോസ് ജയിക്കണം എന്നാണ് ഗൈസ് എന്റെ ആഗ്രഹം. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യുക. നമ്മുടെ ഷോയുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ഫെമിനിസ്റ്റ്. ബോയ്സിനെ കാട്ടിലും കഴിവ് ഗേൾസിനുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? തീർച്ചയായിട്ടും എന്താ പറയാൻ കാരണം? തീർച്ചയായിട്ടും പറയാനായിട്ടുള്ള റീസൺ, നമ്മളിപ്പം എല്ലാവരും പറയും ബോയ്സിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ ബോയ്സിനാണ്. പക്ഷെ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവുന്നതും നല്ലപോലെ എന്താ പറയാ, നമ്മൾ ഈ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞു അത് ഗേൾസ് തന്നെയാണ്. ഞങ്ങളത്ര മെന്റലി പവർ കൊണ്ട് സ്ട്രെങ്ത് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടായിരിക്കുമല്ലോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാം ശരിയാണ്, പക്ഷെ ബാത്റൂമിൽ ഒരു പാറ്റ. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? അമ്മ മോനാവല്ലോ, എന്റെ അടിമയായിരിക്കണം. ഞാനെങ്ങാനും ഒരു ഇന്റർവ്യൂല് പോയിട്ട് എന്റെ ഭാര്യ എങ്ങനെയായിരിക്കും പറയണ്ടേ? അടിമയായിരിക്കണം എന്ന് വല്ലതും പറഞ്ഞു എന്റെ ജീവിതം തൊലഞ്ഞു. ഈ ഫെമിനിസ്റ്റ് ചേച്ചിമാരെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ ഫെമിനിസത്തിനെതിരെ ആക്ച്വലി പ്രവർത്തിക്കുന്നത്. ഫെമിനിസത്തിന്റെ കോർ കോൺസെപ്റ്റിന് എന്താ? ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലായി ട്രീറ്റ് ചെയ്യാന്നാണ്. അല്ലാതെ ഒരു ജെൻഡർ മറ്റേ ജെൻഡറിന്റെ കൈ വലുതാണെന്ന് കാണിക്കലല്ല. അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക്കലി വന്ന് പൊട്ടത്തരം പറഞ്ഞ് ഊക്ക് വാങ്ങരുത്. ഉള്ള ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് കുറച്ച് വിലയുണ്ട്, അത് കളയരുത് ഗൈസ്. ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടികൂടുന്നത് നിർത്തണം.
നിർത്തണം. നമുക്കിപ്പോ കോമൺ ആയിട്ട് മറ്റൊരു എതിരാളി ഉണ്ട്. ഒരു ആണിനെ ഒരു പെണ്ണിനെക്കാട്ട് ഒരു സ്റ്റെപ്പ് മുകളിൽ ട്രാൻസിന്റെ. അതെ അതെ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഈ നോർമൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ ആണെങ്കിൽ ഇവർ സ്കൂട്ടർ വിത്ത് ഗിയർ ആണ് ഗൈസ്. മുമ്പൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല, ജാഗ്രത മാത്രം മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഗൈസ്. ഇപ്പൊ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ തല്ലി ചാവാത്ത ഒരുമിച്ച് തന്നെ ഇതിനെ നേരിടണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഗൈസ്. ഒരു 20 സെക്കൻഡ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യാം. നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രൊഡ്യൂസിംഗ് ബ്രൂട്ടോ എഫക്ട് എഡിറ്റിംഗ് കോഴ്സ്. ഈ ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ എഡിറ്റ്, പിന്നെ ഗെയിമിംഗ് യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റ്, അത് കഴിഞ്ഞ് ഡോക്യുമെന്ററി സ്റ്റൈൽ എഡിറ്റ്, സിനിമാറ്റിക് സ്റ്റൈൽ എഡിറ്റ്, പിന്നെ കാർട്ടൂൺ ആനിമേഷൻസ്, പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന AI വീഡിയോ ജനറേഷൻ, പിന്നെ ഇതുപോലുള്ള കാർ എഡിറ്റ്സ്. ഇതെല്ലാം ഫോർ ജസ്റ്റ് 499. വൺ ടൈം പേയ്മെന്റ് ആണ്, ലൈഫ് ടൈം ആക്സസ് ഉണ്ട്. നിങ്ങൾ എഡിറ്റിംഗ് ഫുള്ളായി പഠിക്കുന്നവരെ നിങ്ങളുടെ ഓരോ ഡൗട്ടും ഞാൻ ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്തു. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്റെ വെബ്സൈറ്റിൽ പോയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഗൈസ്. പിന്നെ ഒരുപാട് എല്ലാവർക്കും താങ്ക് യു ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ വെച്ച ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും ബീറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഗൈസ്, യു ആർ ഗ്രേറ്റ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സിൽ കുറെ പേര് എന്റെ ഹെയർ കളറിനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിന്റെ വീട്ടിലെ പൈസയും കൊണ്ടല്ല ഹെയർ കളർ ചെയ്തത്, നീ എന്റെ വീഡിയോ കാണുന്ന കിട്ടുന്ന പൈസയും കൊണ്ടാണ് ഹെയർ കളർ ചെയ്തത്. സോ നീ ഇതിനൊരു ഉത്തരവാദിയാണ്. ഓക്കെ. പിന്നെ വേറെ കുറെ പേര് വീഡിയോയുടെ ലെങ്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുണക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടണമെങ്കിൽ എന്ത് വേണം? കണ്ടന്റ് വേണം. ഈ 5 മിനിറ്റ് തയ്ക്കാൻ പറഞ്ഞ പാടനെ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് കണ്ടാൽ മതി. കണ്ടന്റ് തപ്പി പിടിക്കുന്ന ഇത്ര വലിയ കഷ്ടമുള്ള പരിപാടിയാണെന്ന്. അതുകൊണ്ട് ഗൈസ് Instagram ID ഇവിടെ കൊടുക്കാം. കണ്ടന്റ് അയച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടും, അല്ലെങ്കിൽ 3 മിനിറ്റ് ആക്കും ഞാൻ വീഡിയോ. പിന്നെ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ വെച്ച ടാർഗറ്റ് നിങ്ങൾ ബീറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലെവൽ ഹാർഡ് തരാം, അതായത് 30K ലൈക്ക് ഗൈസ്. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കമന്റ് ചെയ്യുക ഗൈസ്. എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ ഗൈസ്. പിന്നെ റൈന ഫാത്തിമിന് റോസ്റ്റിന് വേറൊരു കിടിലൻ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ ഗൈസ്. ആസ് പെർ ദി ലെജൻഡ് ഗോസ് ബ്രൂട്ടോ ഗുഹിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ പോയി ഗൈസ്. ഇനി 1 മാസത്തേക്ക് ആരും അവനെ എക്സ്പെക്ട് ചെയ്യരുത്. ടാറ്റ ബൈ ബൈ.